ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആൽഫ്രെഡോ പാസ്തയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് 1 കപ്പ് പാസ്തയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ പാസ്തയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കൊരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളുത്തുള്ളി നല്ല പോലെ ബട്ടറിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 സ്ലൈസഡ് ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മൊസറല്ല ചീസ് ഒഴികെ ബാക്കി ഏത് ചീസ് വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മൊസറല്ല ചീസ് ചേർത്തിട്ടുണ്ടെങ്കിൽ സോസിന് കൂടുതലായിട്ട് പുളി വരും. ഇനി ഈ ചീസ് നല്ല പോലെ ഒന്ന് മെൽറ്റായി വരണം. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസൊക്കെ മെൽറ്റായി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു പാസ്ത ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ക്രീമൊക്കെ ഒന്ന് തിക്കായിട്ട് വരണം. കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പൊ ഇതാ ക്രീമൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ നമ്മുടെ അടിപൊളി ആൽഫ്രെഡോ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയൊരു ചൂടോടും കൂടി വേണം സെർവ് ചെയ്യാനായിട്ട്. പാസ്തയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.